ഇന്ന് നമുക്ക് ഒരു വെഡ്ഡിങ് ഹാമ്പർ സെറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഐറ്റംസ് ഒക്കെ മേടിച്ച് വരുമ്പോഴേക്കും ആ ബോക്സിൽ എന്തൊക്കെയോ തികയാത്തോ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ മിക്കവാറും മേടിക്കുമ്പോഴേക്കും കുറച്ചും കൂടി വലുപ്പമുള്ള ബോക്സ് ആയിരിക്കും മേടിക്കുന്നത്. പക്ഷെ ഐറ്റംസ് തീരെ ചെറുതായിരിക്കും. അപ്പം വെച്ച് വരുമ്പോഴേക്കും കാണാൻ ഒരു ഭംഗിയും കാണത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തവണ ഐറ്റംസിന് പറ്റിയിട്ടുള്ളൊരു ബോക്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കറാണ്. ടെംപ്ലേറ്റ് പിൻട്രസ്റ്റിന് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹാപ്പി വെഡ്ഡിങ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കാണെങ്കിൽ അത് എന്ത് റൈറ്റിംഗ്സ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ടെംപ്ലേറ്റ് പിൻട്രസ്റ്റിന് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ക്യാൻവയിലിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവേ. ഞാൻ കുറച്ച് തെർമോക്കോളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഹൈറ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്കാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ഫ്രെയിം ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ ഒരു ഗീവ് അവേയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്കൂൾ സപ്ലൈസ് ഒക്കെ ഒരു ഗീവ് അവേയും കൂടെ. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസിനൊക്കെ ഇനി കമൻറ്റ് കൂടി ചെയ്തേക്കണേ. ഈ ഒരു ഹാമ്പറിൽ ബെല്ലാവിറ്റയുടെ ഒരു പെർഫ്യൂം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് ബെല്ലാവിറ്റയുടെ ഈ ഒരു കോംബോ. അപ്പം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും കൂടി ഒരു ഹാമ്പറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെയാണ് ഓർത്തത് ഒരു ബ്ലൂ തീമിലുള്ള ഫ്ലവേഴ്സ് ആയിരുന്നെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കുമെന്ന്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് അതേപോലെ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കാവേ. ചോക്ലേറ്റിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കിറ്റ്കാറ്റ് ആണ്. ഡാർക്ക് ഫാൻറ്റസിയുടെ ആ ഒരു തീമും ഈ ഒരു കിറ്റ്കാറ്റും കൂടെ വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും നോത്തിട്ടാണ് ഈ ഒരു കളർ കോംബോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ അറേഞ്ച്മെന്റ്സിലാണ് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നത്. ബാക്കി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു വിഷിംഗ് കാർഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം അതിൻ്റെ ഉള്ളിൽ വെക്കാനാണ് ഓർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഓർത്തു ആ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് കിടക്കുമല്ലോ, അപ്പോൾ അവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരിക്കും. അപ്പം അതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാമ്പർ. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹാമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് കൂടി ചെയ്തേക്കണേ. നമ്മുടെ ഗീവ് അവേയുടെ കാര്യം മറക്കണ്ട. നമ്മുടെ ചാനലിൽ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ സബ്സ്ക്രൈബർ കൂടി ആയിരിക്കണേ. അങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഒരു ഗീവ് അവേയിൽ വിന്നർ ആവാൻ ചാൻസ് കിട്ടുന്നത്. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇടാൻ പോകുന്ന വീഡിയോസിലെല്ലാം കമൻറ്റ് കൂടി ചെയ്തേക്കണേ. ഈ മന്ത് 25th ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് കൂടി ചെയ്തോളൂ.